എന്റെ പൊൻ അഡ്വക്കേറ്റ് ജയശങ്കർ വക്കീലെ, എന്തെങ്കിലും ഒരു എത്തിക്സ്, ധാർമ്മികത, സത്യസന്ധത നമ്മൾ കാണിക്കണ്ടേ? അങ്ങയുടെ പ്രായം, അങ്ങയുടെ അനാലിസിസ്, ഇതിനെ എല്ലാം ബഹുമാനിക്കുന്നു. അങ്ങ് എനിക്കെതിരെ പല വീഡിയോയും ചെയ്തിട്ടുണ്ട്. ആ വീഡിയോകൾക്ക് ഞാൻ ആദ്യം മറുപടി നൽകണ്ടെന്ന് കരുതി. അത് മറുപടി പറയാൻ അറിയാത്തതുകൊണ്ടല്ല, ഇത്രയും മുതിർന്ന ബഹുമാന്യനായ ഒരു വ്യക്തിയാണ്, അത് വേണ്ട എന്ന് കരുതി. പക്ഷെ പിന്നീട് ഏറ്റവും ബഹുമാനത്തോടു കൂടി തന്നെ ഞാനതിന് മറുപടിയും നൽകിയുണ്ടായി. എന്നെ കേരള ഗാന്ധി എന്നും അല്ലെങ്കിൽ ആധുനിക ഗാന്ധിയാണെന്നൊക്കെ വെച്ച് ആക്ഷേപഹാസ്യത്തോടെ നൽകി. ഇന്നലെ ഒരുപാട് പേര് എനിക്കിത് അയച്ചു തന്നു. ഈ ഷിംജിതയെ ന്യായീകരിച്ച് ദീപകിന്റെ ആത്മഹത്യ അധിക്ഷേപിക്കാൻ അങ്ങക്ക് വല്ലാത്തൊരു മനസ്സാണുള്ളത്. അതിന് ദൈവം പൊറുക്കില്ല. അതായത് ഇത് പലപ്പോഴും തന്ത വൈബും അപ്പൂപ്പൻ വൈബും ഒന്നുമല്ല, ജെൻസി വൈബാണ്. ജെൻസി വൈബിലെ പിള്ളേര് നെഗറ്റീവ് പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടി നെഗറ്റീവ് കമന്റ്സിലൂടെ റീച്ച് കൂട്ടാൻ നോക്കുന്നത് അങ്ങേ പോലെ മുതിർന്ന ഒരാൾക്ക് ശരിയാണ്? ഷിംജിത ചെയ്തതിലും മോശമല്ലേ അങ്ങ് ചെയ്യുന്നത്? ഷിംജിത ചെയ്തതിലും മോശമാണ് ഷിംജിതയെ ന്യായീകരിച്ച് കമന്റ്സും ലൈക്കും റീച്ചും കൂട്ടാൻ ഇത്രയും പ്രായമായ, ഇത്രയും മുതിർന്ന, ഇത്രയും അനുഭവ സമ്പത്തുള്ള ഒരു മനുഷ്യൻ നോക്കുന്നത്. അദ്ദേഹം എന്നെ ഒരുപാട് ചീത്ത ഇതിൽ വിളിച്ചു. രാഹുൽ ഈശ്വർ തെണ്ടിയാണ്, രാഹുൽ ഈശ്വർ എന്താ പറയണേ, എരപ്പാളിയാണ്, ഈ വാക്കുകളൊക്കെ അദ്ദേഹം ഉപയോഗിച്ചു. അപ്പൊ എന്നെ ഇത് വിളിച്ചു പറഞ്ഞ ആദ്യത്തെ ആളോട് പറഞ്ഞേ, അങ്ങനൊന്നും ആയിരിക്കില്ല, നിങ്ങൾ കേട്ടത് തെറ്റായിരിക്കും, ഏതെങ്കിലും ആക്ഷേപഹാസ്യമായിരിക്കും ജയശങ്കർ സാർ ഉദ്ദേശിച്ചത്. പിന്നീട് അത് കേട്ടപ്പോൾ എനിക്ക് ഞെട്ടലുണ്ടായി. ഞാൻ ഷിംജിതയ്ക്കൊപ്പം എന്നൊക്കെ പറഞ്ഞ് തമ്പനയിൽ വെച്ച് ചെയ്യാൻ അങ്ങേപോലെ മുതിർന്ന ഒരാള് കഷ്ടമാണെന്നേ പറയാനുള്ളൂ. താങ്കളെ പോലെ ഞങ്ങളടക്കമുള്ള ഒരു തലമുറയെ TV ചാനലും വാർത്താ അനാലിസിസും ഒക്കെ എന്താ പറയണേ കാണിച്ചു വന്നൊരു വ്യക്തി ഈ രീതിയിൽ തരം താഴുന്നത് ശരിയാണോ എന്ന് അദ്ദേഹം ഓർക്കണം. അദ്ദേഹത്തിന്റെ താഴെ ഈ 2549 കമന്റ്സ് ഉണ്ട്. ഇതിൽ എല്ലാ കമന്റ്സും അദ്ദേഹത്തെ ചീത്ത വിളിച്ചും അധിക്ഷേപിച്ചും കൊണ്ടാണ്. അത് ഈ ന്യൂജൻ പിള്ളേരുടെ ഒരു ടെക്നിക്കാണ്. ഈ ന്യൂജൻ പിള്ളേർ കാര്യമായിട്ട് വന്ന് നെഗറ്റീവ് കമന്റ്സിലൂടെ സ്ട്രൈവ് ചെയ്യാൻ താങ്കൾക്ക് അതിന്റെ ആവശ്യമുണ്ടോ? ഈ പ്രായത്തിൽ താങ്കൾക്ക്, അല്ലെങ്കിൽ ഇത്രയും മുതിർന്ന, ഇത്രയും മുഖ്യധാരാ മാധ്യമങ്ങളിലടക്കം അനാലിസിസ് വിളിക്കുന്ന ഒരാൾക്ക് അതിന്റെ ആവശ്യമുണ്ടോ? രാഹുൽ ഈശ്വർ എരപ്പാളിയാണ്, തെണ്ടിയാണ്, രാഹുൽ ഈശ്വർ ദീപകിനെ സഹായിക്കാൻ പോകുന്നു, അയാൾക്ക് വേറെ പണിയില്ലാത്തതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞു. പണിയുടെ കാര്യമൊന്നും പറയണ്ട, ഞാനൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആളാണ്, ഞാൻ അത്ര മാത്രമേ പറയുന്നുള്ളൂ. അങ്ങയെക്കുറിച്ച് ആൾക്കാർ പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, ഞാനൊന്നും പറയുന്ന പോലുമില്ല. പക്ഷേ യഥാർത്ഥത്തിൽ ഇതൊക്കെ എനിക്ക് മനസ്സിലാവണില്ല ഇതുപോലത്തുള്ള മനുഷ്യരെ. ഈ വീഡിയോ ലൈക്ക് ചെയ്യുന്നവരെക്കാൾ ഡിസ്ലൈക്ക് ചെയ്യുന്നവരായിരിക്കും കൂടുതൽ. ഇതൊരു ഡിസ്ലൈക്കിംഗ് സ്ട്രാറ്റജിയാണ്. അത് കൊച്ചു പിള്ളേർ ചെയ്യുന്നതാണ്, 18, 19, 20 വയസ്സുള്ള പിള്ളേർ ചെയ്യുന്നതാണ്. അങ്ങേപോലെ ഒരാൾക്ക് അത് ചേർന്നതല്ല, ഇത് ഭയങ്കര മോശമാണ്. 2500 കമന്റ് എതിരാണ്. കേട്ടാ തോന്നും മഹാഭാരതവും ഭഗവത്ഗീതയും ഖുറാനും ബൈബിളും പറയുന്ന എന്തോ സത്യം പറയുന്നതാണെന്ന്. അതുകൊണ്ട് പറയാം, ഇത് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾ കുറച്ചു പേർക്കെങ്കിലും ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും ഒരു ന്യായമുണ്ട് എന്ന് തോന്നിയാൽ ഞാൻ കൃതാർത്ഥന. ഇല്ല സാറേ, ആർക്കും തോന്നില്ല. കാര്യം ഇത് സാറ് വെറുതെ ഷിംജിതേക്കാൾ തരംതാണ് താങ്കളുടെ റീച്ചിനും കമന്റിനും, ഒരു പക്ഷേ താങ്കൾ വർക്ക് ചെയ്യുന്ന, താങ്കൾ ഇപ്പോ അസോസിയേറ്റ് ചെയ്യുന്ന ഈ യൂട്യൂബ് ചാനലിന് റീച്ച് കൂട്ടാൻ വേണ്ടി ചെയ്യുന്നതാണ്. ഇത് മനസ്സിലാക്കാൻ മറ്റേ നാസയിലൊന്നും പോകണ്ട, ഇത് മനസ്സിലാക്കാൻ സുപ്രീം കോടതിയുടെ ഉത്തരവോ പാഴൂർ പടി വരെ ഒന്നും പോകണ്ട. ഈ പ്രായത്തിൽ ഇത്രയും മുതിർന്ന, എല്ലാവരും ബഹുമാനിക്കുന്ന, അല്ലെങ്കിൽ ആശയപരമായ വ്യത്യാസം ഉണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ സ്റ്റേച്ചറിനെ ബഹുമാനിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാകുമെന്ന കാര്യം സാറ് മറക്കരുത്. ഞാൻ പറയുന്നത് ഷിംജിത മുസ്തഫ എന്ന് പറഞ്ഞ സ്ത്രീയെ കുറിച്ച് കേരള പോലീസ് അവർ ഓടിച്ചിട്ട് പിടിക്കും എന്ന വാർത്തയാണ് ഞാനിപ്പോ കേട്ടത്. ഓടിച്ചിട്ട് പിടിച്ചതല്ല, ഒരുപാട് ദിവസം മനഃപൂർവ്വം അറസ്റ്റ് ചെയ്യാതെ അവസാനം സ്വകാര്യ കാറിൽ വന്നിറങ്ങി മുഖം മുഴുവൻ മറച്ച് പോയി അവരുടെ സൗകര്യത്തിന് കൊണ്ടുപോയി. ഓടിച്ചിട്ട് പിടിച്ചതൊന്നും അല്ല. പിടിച്ചു കാണും എന്ന് തന്നെ വിചാരിക്കുന്നു. അവരിനി വൈകാതെ മജിസ്ട്രേറ്റ് മുമ്പിൽ ഹാജരാക്കും. ജാമ്യം കിട്ടാത്ത വകുപ്പുകളാണ് ആ യുവതിക്കെതിരായിട്ട് ചേർത്തിട്ടുള്ളത്. മിക്കവാറും അവരെ റിമാൻഡ് ചെയ്യും. പിന്നെ എന്ത് ചെയ്യണം? അവർക്ക് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു കൊടുക്കണോ? കുറച്ചു ദിവസം അവർ സബ് ജയിലിൽ ജാമ്യം കാത്ത് കഴിയും. പിന്നെ ഇപ്പോഴല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒരു ദിവസം അവർക്ക് ജാമ്യം കിട്ടും. പിന്നെ ഏതെങ്കിലും കാലത്ത് വിചാരണ നടക്കും. അവർ കുറ്റക്കാരിയാണെന്ന് കണ്ടെത്തുകയാണെങ്കിൽ കോടതി ചെയ്യും. അതിലൊന്നും ആർക്കും ഒരു സംശയം. ഞാൻ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഈ കാര്യത്തിൽ വലിയ മാറ്റമൊന്നും ഉണ്ടാവാൻ പോകുന്നു. ഞാൻ പറയാൻ വന്നെന്താ വെച്ചാൽ, ഇവിടെ സുകുമാരക്കുറുപ്പിനെ അന്വേഷിക്കുന്ന, അല്ലെങ്കിൽ അതിനേക്കാളും ആവേശത്തോട്ടാണ് പോലീസുകാർ ഷിംജിത മുസ്തഫയെ അന്വേഷിക്കുന്നത്. സാറേ, നാണമുണ്ടോ സാറേ? സാറിന് നാണമുണ്ടോ? ബേസിക്കലി ഷിംജിതയ്ക്ക് എതിരെ ഇത്രയധികം ജനരോഷം ഉയർന്നിട്ടാണ് പോലീസുകാർ അന്വേഷിച്ചത്. സുകുമാരക്കുറുപ്പിനെ അന്വേഷിക്കുന്നതിനായിട്ട് ആവേശത്തോടെയാണ്. ഷിംജിതയെ ഇരയായി ചിത്രീകരിക്കുകയാണ്. നാണം, ബേസിക് മര്യാദ, ബേസിക് മാന്യത. ഇത്രയധികം പൊതുജന പ്രക്ഷോഭവും ഇത്രയധികം പ്രക്ഷോഭങ്ങളും മറ്റും നടന്നിട്ടാണ് ഷിംജിതയെ അറസ്റ്റ് ചെയ്തത്. ഷിംജിതയെ ഇരയായി ചിത്രീകരിക്കാൻ ഉളുപ്പ്. സംസ്ഥാനത്തെ പൊതുജന വികാരം ഷിംജിതക്കെതിരായിട്ട് ആളിക്കത്തുക.
ഷിംജിതയെ ക്രൂശിക്കുക എന്ന മുദ്രാവാക്യം. ക്രൂശിക്കാനോ? യേശു ക്രിസ്തുവിനോട് ചേർത്ത് പറയുന്ന ഒരു വാക്കാണ് ക്രൂശിക്കുക. വക്കീലെ, നിങ്ങൾക്ക് നാണമുണ്ടോ വക്കീലെ? യേശു ക്രിസ്തുവിനോട് ചേർത്ത് പറയുന്ന ഒരു വാക്കാണ് ക്രൂശിക്കുക. അതാണോ ഒരുത്തന്റെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ട് അച്ഛനും അമ്മയ്ക്കും മകനെ ഇല്ലാതാക്കി അവരുടെ ജീവിത അവസാനം വരെ വേദന സമ്മാനിച്ചൊരു സ്ത്രീയോട് ചേർത്ത് പറയുന്നത് ക്രൂശിക്കുകയാണെന്നോ? ഈ നാട്ടിലെമ്പാടും പാറശാല തൊട്ട് കോസങ്കടി വരെ ഒരേ സ്വരത്തിൽ ഉയർന്നു കേൾക്കും. അത് കറക്റ്റ്. അവർക്ക് വേണ്ടി സംസാരിക്കാൻ ഇവിടെ ഒരാൾ മാത്രമല്ല. അവർക്ക് വേണ്ടി സംസാരിക്കാൻ ആളുണ്ടോ? യൂദാസിന് വേണ്ടി സംസാരിക്കുന്നതാണ്. ഓർക്കുക, കള്ളത്തിനും അധർമ്മത്തിനും അനീതിക്കും വേണ്ടിയാണ് നിങ്ങൾ സംസാരിക്കുന്നത്. ഈ സ്ഥിരം, അതായത് ഇതുപോലത്തുള്ളവര് ഈ ഫെമിനിസ്റ്റുകളുടെ കയ്യടിക്ക് വേണ്ടി മാത്രമാണ് സംസാരിക്കുന്നതെന്ന് മറക്കരുത്. രാഹുൽ ഈശ്വർ നിന്നവരെല്ലാം അവസാനം കോടതികൾ അനുകൂലമായ വിധിന്യായം തന്നവരാണ്. ശ്രീ ദിലീപ് ആകട്ടെ അടക്കമുള്ള എല്ലാവരും. യഥാർത്ഥത്തിൽ ഇവരെ പോലുള്ളവർ ചെയ്യുന്നത്, ശ്രീ ദിലീപ് ആകട്ടെ, വിജയബാബു ആകട്ടെ, ഇടവേള ബാബു ആകട്ടെ, ഒമർ ലുലു ആകട്ടെ, അല്ലെങ്കിൽ എൽദോസ് കുന്നപ്പള്ളി ആകട്ടെ, ഇവരെല്ലാം നിരപരാധികളായി വേട്ടയാടപ്പെട്ടവരാണ്. അവരെ എല്ലാം കളിയാക്കിയിരുന്ന വ്യക്തിയാണ്. ഇപ്പോ ഷിംജിതയെ ക്രൂശിക്കുന്നു പോലും. ഇങ്ങനെ ഒരു സംഭവത്തിന്റെ പേര് ദീപക് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരന്റെ ആത്മഹത്യ ചെയ്തതിന്റെ പേര് നമ്മുടെ രാഹുൽ ഈശ്വർ ആത്മഹത്യ ചെയ്തതിന്റെ പേരിലോ ഞാൻ പറഞ്ഞാൽ കൂടിപ്പോവും. അദ്ദേഹത്തിന്റെ പ്രായവും സ്റ്റേച്ചറും ബഹുമാനിച്ച് പറയുന്നില്ല. രാഹുൽ ഈശ്വർ ഉറഞ്ഞു തുള്ളുകയല്ല സാറാണ് ഉറഞ്ഞു തുള്ളുന്നത്. ഷിംജിതയുടെ കാര്യത്തിൽ നെഗറ്റീവ് പബ്ലിസിറ്റിക്ക് വേണ്ടി രാഹുൽ ഈശ്വർ തങ്ങളാൽ കഴിയുന്ന സഹായവും മറ്റും എടുത്ത് 3.25 ലക്ഷം രൂപ അവരുടെ വീട്ടിലെത്തിച്ചു. കാര്യം അച്ഛനും അമ്മയ്ക്കും മരുന്ന് മേടിക്കാൻ ഇനിയും കാശില്ല. ആ അച്ഛനും അമ്മയ്ക്കും ഇന്നലെ അമ്മ പറയുന്നുണ്ടായിരുന്നു, മോനാണ് വീട്ടിൽ ഗ്യാസ് മേടിച്ചുകൊണ്ടിരുന്നത്, ആ ഗ്യാസ് വരുമ്പം കൊടുക്കാൻ അവരുടെ കാശില്ല. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? രാഹുൽ ഈശ്വറുണ്ട്. പിന്നെ സിനിമാ ദിലീപിന്റെ ചില ശില്പതികളുണ്ട്. സിനിമ ഒരു ആവശ്യമില്ലാതെ കൊണ്ടുവരുന്നുണ്ടോ? രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫാൻസ് അസോസിയേഷൻ എങ്ങനെയുണ്ട്? വിളിച്ചു പറഞ്ഞ സാറിനെ. കാരണം മനഃപൂർവ്വം വിഷയം ഡൈവേർട്ട് ചെയ്ത് ദിലീപിലേക്കും രാഹുൽ മാങ്കൂട്ടത്തിലേക്കും ഒക്കെ എത്തിക്കുന്നുണ്ടോ? ഷാജൻ സ്കറിയ അടക്കമുള്ള ആളുകളുടെ യൂട്യൂബ് ചാനലായിരുന്നു അതല്ല. ഷാജൻ സ്കറിയയ്ക്ക് അടക്കം മാന്യതയുള്ള നിലപാടാണ്. നിങ്ങളെ പോലെ തരംതാണ് നെഗറ്റീവ് കമന്റ്സിന് വേണ്ടിയുള്ള നിലപാടല്ല. മുഖ്യധാര മാധ്യമങ്ങൾ നടത്തുന്നത് എന്തിനു ഷിംജിതയുടെ സ്വന്തം പാർട്ടിയായ മുസ്ലിം ലീഗുകാർ പറയും. അതാണ് മുസ്ലിം ലീഗിന് സല്യൂട്ട്. അവിടെയാണ് മുസ്ലിം ലീഗ് എന്ന പാർട്ടിയുടെ നന്മ കാണുന്നത്. ഏറ്റവും ഇതിനെ ശക്തമായി തള്ളിപ്പറഞ്ഞത് മുസ്ലിം ലീഗാണ്. ഇവർക്കെതിരെ ജയിലിന്റെ ഫ്രണ്ടിൽ വെച്ച് പ്രതിഷേധം നടത്തിയത് യൂത്ത് കോൺഗ്രസ്സുകാരാണ്. അതാണ് ഈ നാടിന്റെ നന്മ, അതാണ് ഈ നാടിന്റെ ശരി, അതാണ് നമ്മൾ മറക്കേണ്ടാത്തത്. ആ സ്ത്രീക്കെതിരായിട്ട് വാളെടുത്ത് കുറഞ്ഞു നോക്കിയാണ്. അപ്പൊ ഇങ്ങനെയുള്ള തമാശകൾ നമ്മുടെ നാട്ടിൽ ആർക്കാരും അത് തമാശയായി തോന്നുന്നത് തന്റെ കണ്ണിന് തിമിരവും തന്റെ മനസ്സിന് ക്യാൻസറും ആയതുകൊണ്ടാണ്. താങ്കളെ പോലുള്ള ആൾക്കാർക്ക് മിനിമം മര്യാദയും ധാർമ്മികതയും ഇല്ലാത്തതുകൊണ്ടാണ്. പറയാൻ പറ്റൂല. ഈ ഏതെങ്കിലും ഒരു സമയത്ത് പ്രൈവറ്റ് ബസ്സിൽ KSRTC ബസ്സിൽ യാത്ര ചെയ്തിട്ടുള്ള ഏതൊരു സ്ത്രീ ഇതുപോലുള്ള ദുരനുഭവങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടാവും. ഇതുപോലുള്ള ദുരനുഭവങ്ങൾ. അപ്പം ഷിംജിതയ്ക്ക് ഓൾറെഡി ദുരനുഭവം നേരിട്ടു എന്ന് വക്കീലിനോട് ആര് പറഞ്ഞു? ശരിയാണ്, ഒരുപാട് സ്ത്രീകൾക്ക് അങ്ങനെ ദുരനുഭവം നേരിട്ടുണ്ട്. ഷിംജിതയ്ക്ക് ദുരനുഭവം നേരിട്ടു എന്ന് ആര് പറഞ്ഞു? ദീപകിനെ അധിക്ഷേപിക്കുകയാണ്. മരിച്ചുപോയ ഒരു കുറ്റവും ചെയ്യാത്ത വീഡിയോയിൽ അടക്കം തെളിവുകളുള്ള 7 വീഡിയോ ഷിംജിത എടുത്തു. ആ ഒരു വീഡിയോയിൽ ഒന്നുമില്ല, ഒരു വീഡിയോയിൽ മാത്രം ഫ്രണ്ട് നിൽക്കുന്ന ദീപകിന്റെ സ്ലോ മോഷൻ അടക്കം കാണിച്ചതാണ്. ഇതുപോലുള്ള ദുരനുഭവങ്ങൾ ഉളുപ്പുണ്ടോ എനിക്ക്? ഉളുപ്പുണ്ടോ മനുഷ്യ? ഈ കാർപ്പറ്റ് എന്ന രീതിയിൽ ജീവിക്കുന്ന സ്ത്രീകൾക്ക് അങ്ങനത്തെ ദുര്യോഗം ഒരുപക്ഷെ ഉണ്ടായിക്കാം. ഈ സ്വകാര്യ ബസ്സിലും KSRTC ബസ്സിലും ഒക്കെ കയറുന്ന പുരുഷന്മാർ എല്ലാവരും അല്ല, ചെറുതല്ലാത്ത ഒരു വിഭാഗം ഇതുപോലുള്ള കലാപരിപാടികൾ ചെയ്യുന്നതിന് താല്പര്യമാണ്. ഇതിനു വേണ്ടി മാത്രം ബസ്സിൽ കയറുന്ന ആൾക്കാർ സത്യമാണ്. ചിലരങ്ങനെ ഉണ്ട്. ഷിംജിത എന്ന് പറഞ്ഞ സ്ത്രീ, നിങ്ങൾ അവരുടെ ഒരു സാമൂഹ്യ പശ്ചാത്തലം പറ്റും. അവർ നാദാപുരത്തിന് അടുത്ത്, അല്ല വടകരക്ക് അടുത്ത് ചോറോട് എന്ന് പറയുന്ന സ്ഥലത്ത് താമസക്കാരിയാണ്, മുസ്ലിം ലീഗുകാരിയാണ്. അതുകൊണ്ട് ഒരു യാഥാസ്ഥിതിക ജീവിത പരിസരത്തിന് ബന്ധം 5 കൊല്ലം പഞ്ചായത്ത് മെമ്പർ, അത് മുസ്ലിം ലീഗിന്റെ പാനൽ. മുസ്ലിം ലീഗ് മോശം ക്ലാസ്സില്ല. ഒരു ഡിവൈഎഫ്ഐക്കാരി അസഭ്യക്കാരി അല്ലെങ്കിൽ വിപ്ലവ വിദ്യാർത്ഥി സംഘടനയിൽ അംഗവുമല്ല, ഒരു ഫെമിനിസ്റ്റും അല്ല. അവരെന്തുകൊണ്ട് ഇങ്ങനെ വീഡിയോ അവരെന്തുകൊണ്ട് വീഡിയോ ഇട്ടു? ലൈക്കിനും റീച്ചിനും വേണ്ടി ഇട്ടു. അതായത് അവരെ ന്യായീകരിക്കാനുള്ള വെമ്പൽ കണ്ടില്ലേ? ഈ ജനിച്ചപ്പിന് ആദ്യമായിട്ട് നടന്ന ഒരാളുടെ വീഡിയോ ജനിച്ചേ പിന്നെ ആദ്യം വീഡിയോ ആരെയാ പൊട്ടനാക്കുന്ന വക്കീലെ? ആരെയാ നിങ്ങൾ പൊട്ടനാക്കുന്നത്? അവരവരുടെ ലൈക്കിനും റീച്ചിനും വേണ്ടിയല്ലേ? ദീപകിനോട് വ്യക്തിവിരോധം ഉള്ളതുകൊണ്ടാണോ വീഡിയോ എടുത്തത്? അന്ന് ദീപകിന് വരാൻ താങ്കളാവുമായിരുന്നു, ഞാനാവുമായിരുന്നു, ബസ് സഞ്ചരിക്കുന്ന ആരും ആവുമായിരുന്നു. രാഹുൽ ഈശ്വറും അതുപോലുള്ള ആളുകൾ പറയുന്നത് ഇവര് റീച്ച് കൂട്ടാൻ വേണ്ടി ചെയ്തു. റീച്ച് കൂട്ടാൻ വരുന്നതൊക്കെ നല്ല മാർഗങ്ങൾ. ആ വൃത്തികെട്ട ഷിംജിതേക്കാൾ മോശം മനസ്സോടുകൂടി റീച്ച് കൂട്ടാൻ നിങ്ങൾ ചെയ്യുന്നതാണ്. നിങ്ങൾ വർക്ക് ചെയ്യുന്ന ചാനലിന് നെഗറ്റീവ് കമന്റ്സ് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്നതായിരിക്കും. സാമുദായികമായിട്ട് ഉണ്ടാക്കണ്ട. സാമുദായികമായിട്ട് മുസ്ലിം ലീഗ്, മുസ്ലിം സമൂഹം അതിശക്തമായവരെ തെള്ളി പറഞ്ഞ് ദീപകിനോടൊപ്പം നിൽക്കുന്നുണ്ട്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ വരുന്ന ആളല്ല ഷിംജിത.
അവർക്ക് ഭർത്താവുണ്ട്, കുടുംബമുണ്ട്, പാർട്ടിയുണ്ട്, സമുദായമുണ്ട്. ഇങ്ങനെ ഒരു വീഡിയോ എടുത്ത് ഫേസ്ബുക്കിൽ ഇട്ട അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത അവരെ കുറ്റപ്പെടുത്താനുള്ള സാഹചര്യം നമ്മുടെ നാട്ടിൽ കൊടുത്തു. സട്ടിലായിട്ട് അതിനിടെ കൂടെ ഒരു മുസ്ലിം വിരോധം കൂടെ, ഒരു മുസ്ലിം കിട്ടൊരു പണിയും കൂടെ കൊടുക്കാം. വീഡിയോ എടുത്ത് എന്ന രീതിയിലുള്ള വ്യാഖ്യാനം ഇവിടെ പറഞ്ഞുപിടി എന്ന കാര്യത്തിൽ എനിക്ക് അത് സംശയം. നിങ്ങൾ ചിലപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. പക്ഷെ അങ്ങനെ ചെയ്യുന്ന ധാരാളം ആളുകൾ നമ്മുടെ നാട്ടിൽ. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ പീഡിപ്പിച്ച സ്ത്രീകളെ കുറിച്ച് എന്തൊക്കെ അസംബന്ധമാണ്, എന്തൊക്കെ അനാവശ്യമാണ്, എന്തൊക്കെ തോന്നിവാസമാണ് ഓരോരുത്തർ അയച്ചുകൊണ്ടിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ആദ്യ 2 പീഡന പരാതികൾ നിലനിൽക്കില്ലെന്ന് പറഞ്ഞു. കള്ളം പറയുകയാണ്, പച്ച കള്ളം പറയുകയാണ്. 3ാമത്തെ നിലനിൽക്കും എന്ന് പറഞ്ഞു. രാഹുൽ മേൽക്കോടതിയിൽ പോയത് ഫൈറ്റ് ചെയ്തോളൂ. അത് കേൾക്കുമ്പോഴേക്കും അവള് പിഴച്ചവളാണ്. അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെറ്റാണ്. അത് ഒരു സ്ത്രീയെ കുറിച്ച് നമ്മൾ പറയരുത്, അത് തെറ്റാണ്. അതിനോട് യോജിക്കുന്നു. ഈ രാഹുൽ എന്ന് പറഞ്ഞ സുന്ദരിക്കാരനായ സാധുവായ വായിൽ വിരലിട്ട കടിക്കാത്ത ചെറുപ്പക്കാരൻ ഇങ്ങനെ ഒരു കലാപരിപാടിക്ക് പോയത് എന്ന രീതിയിലുള്ള വായിൽ വിരലിട്ട കടിക്കാത്ത ചെറുപ്പക്കാരൻ. ശരിയാണ് സാർ. പീഡിപ്പിച്ചതിന് ശേഷം ഫ്ലാറ്റ് മേടിച്ചു കൊടുക്കുകയും ഐഫോൺ മേടിച്ചു കൊടുക്കുകയുമാണല്ലോ നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ ചെയ്യുന്നത്. എന്നെ റേപ്പ് ചെയ്തു, പീഡിപ്പിച്ചു, എന്റെ മുഖത്ത് തുപ്പി അടിച്ചു, അതിനുശേഷം ഞാൻ അവനൊരു ഐഫോൺ മേടിച്ചു കൊടുക്കാം, ഞാൻ അവനൊരു ഫ്ലാറ്റ് മേടിച്ചു കൊടുക്കാം. അങ്ങനെയാണല്ലോ നമ്മുടെ നാട്ടിലെ വായിൽ വിരലിട്ട കടിക്കാത്ത സ്ത്രീകൾ ചെയ്യുന്നത്. അതുപോലെ പേടാറിയായി അത് ചെയ്യുന്നവരുണ്ട്. പിന്നെ രാഹുൽ ഈശ്വറിനെ പോലുള്ള എറപ്പാളികളുണ്ട്. രാഹുൽ ഈശ്വരനെ പോലെ എണ്ണം കെട്ടവരുണ്ട്, എരപ്പാളികളുണ്ട്. ഇത് തനിക്ക് തിരിച്ചു പറയാനാണ് എനിക്ക് ആഗ്രഹം. ഇതിനേക്കാൾ കടുത്ത ഭാഷയിൽ വക്കീലിനോട് എനിക്ക് പറയാനറിയാം. വക്കീലിനെ കാട്ടി തൊണ്ടയുണ്ട്, ഒച്ചയുണ്ട്. വക്കീലിനായിരിക്കും അറിവ് കൂടുതൽ. വക്കീലിനെ കാട്ടി വാക്കുകളും ഭാഷാ പരിചയമുണ്ട്. തിരിച്ചു പറയാത്തത് താങ്കളുടെ നിലവാരത്തിലേക്ക് ഞാൻ താഴരുത് എന്നുള്ളത് കൊണ്ടാണ്. ആ തെണ്ടികളാകുന്നത് യഥാർത്ഥത്തിൽ താങ്കളെ പോലുള്ള വ്യക്തികളാണ് എന്ന് മാത്രം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. വക്കീലിനെ പോലെയുള്ള 3rd റേറ്റ് നെഗറ്റീവ് കമന്റ് പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്യുന്ന ആൾക്കാരെ ജനങ്ങൾ വിലയിരുത്തി. അങ്ങനെ ഒരു സമൂഹത്തിൽ ഷിംജിത എന്ന് പറഞ്ഞ ഒരു യുവതി അവർക്ക് നേരിട്ട ഒരു ദുരനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ എന്തൊരു കള്ളനാണ് ഇയാൾ, എന്തൊരു കള്ളനാണ് ഇയാൾ. ഷിംജിതയ്ക്ക് നേരിട്ട ദുരനുഭവം. ഏത് ദുരനുഭവം? നാണമുണ്ടോ നിങ്ങൾക്ക്? നാണമുണ്ടോ മനുഷ്യ? മരിച്ച ഒരാളെ, മരിച്ചു കിടക്കുന്ന ആത്മഹത്യ ചെയ്ത വീട്ടുകാര്, ആ ആത്മഹത്യ ചെയ്ത് എന്താ പറയണേ, ചടങ്ങുകൾ കഴിഞ്ഞ് വീട്ടുകാർ നിൽക്കുന്ന ആളെ ദുരനുഭവം നേരിട്ടു. ദുരനുഭവം നിങ്ങൾ കണ്ടോ? വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ അത് തന്നെ പോലെ എന്ത് കഴിക്കുന്നവർക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയാം. ഞാൻ താനെന്നൊന്നും ആരെയും വിളിക്കാത്തതാണ്. ഇതേപോലെ നാണം കെട്ട ഉളുപ്പില്ലാത്ത 3rd റേറ്റ് റീച്ചിനും ലൈക്കിനും വേണ്ടി വീഡിയോ ചെയ്യുന്ന നിങ്ങളെ പോലുള്ളവരെ വിളിക്കേണ്ട വാക്കുകളുണ്ട്. അത് ഞാൻ വിളിക്കുന്നില്ല. നാണമുണ്ടോ എനിക്ക്? നാണമുണ്ടോ? ഇയാളെ മുമ്പ് കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാന്ന് അതിവിടെ പറയേണ്ട ആവശ്യം എന്താ? ഇയാളെ കണ്ടിട്ടും കേട്ടിട്ടും വ്യക്തിവിരോധം തീർക്കാനല്ലല്ലോ, റീച്ച് ഉണ്ടാക്കാൻ ചെയ്തതല്ലേ. ഇയാളെ കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാന്ന് നാണമുണ്ടോ എനിക്ക്? അയ്യേ യാതൊരു പരിചയമില്ലാത്ത പിന്നെ പരിചയമുള്ള ആളോട് പോയി എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് വീഡിയോ പോസ്റ്റ് ചെയ്യൂ. അയ്യേ, കുറച്ച് നിലവാരം കാണിക്കൂ. അവളെ ക്രൂശിക്കാൻ, യേശുക്രിസ്തുവിനോട് ചേർത്ത് പറഞ്ഞ ക്രൂശിക്കാൻ. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ കൂടി പോകുന്നു പറയുന്നു. ഇവിടെ നേരം വെളുക്കുന്നത് പല സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് പിടിച്ചില്ലെങ്കിൽ കേരള പോലീസിന്റെ തൊപ്പിയിൽ ആളുകൾ കൂട്ടിക്കൊടുക്കാനായിട്ട് കാക്കത്തോലിന് വേണ്ടി കാത്ത് അവരുടെ പോലീസുകാരെ പിടിച്ചിട്ടുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ അന്വേഷിച്ച് പിടിക്കുന്ന ആളുകളെ പോലീസ് പിടിക്കും. അതാരാണ് യഥാർത്ഥത്തിൽ പിടിക്കാത്തത്? ചുമ്മാ ഒരു വിഷയം, ഒരു ബന്ധവും ഇല്ലാത്ത കാര്യങ്ങൾ ചേർത്ത് പറയുന്നത് കണ്ടോ? ഇപ്പൊ നിങ്ങൾ ഒരു PP ദിവ്യയുടെ കേസും ഈ കേസുമില്ലാത്ത വ്യത്യാസം, അതിന് വലിയ വ്യത്യാസം. PP ദിവ്യ അറിവില്ലാതെ അപ്പോൾ തന്നെ ഇത് സാമൂഹ്യ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്തു. വമ്പിച്ച ആക്രമണം ഏത രീതി സത്യസന്ധമായ അഴിമതിക്കാരനല്ല, മറ്റൊരു വിഷയം സ്കിപ്പ് ചെയ്യുന്നു. അത് ഡെലിബറേറ്റ് ആണ്. ഇത് ഡെലിബറേറ്റ് അല്ല, ആകാശത്ത് നിന്ന് ദൈവം വീഡിയോ എടുത്തായിരിക്കും. ഈ ദീപക് എന്ന് പറഞ്ഞ ആൾ ആത്മഹത്യ പറ്റിട്ടല്ല ഇത് സാമൂഹ്യ മാധ്യമത്തിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഈ നാട്ടിൽ നടക്കുന്നു എന്ന് ആളുകളെ ബോധ്യപ്പെടുത്താൻ പറ്റും. അത് കണ്ടിട്ടെങ്കിലും ചിലർ അങ്ങനെ കണ്ടാൽ സാമൂഹ്യ മാധ്യമത്തിലല്ല, പോലീസിൽ കംപ്ലൈന്റ് ആണ് കൊടുക്കേണ്ടത്. അടുത്ത ബസ്സിൽ കയറുമ്പോഴെങ്കിലും മാന്യത പുലർത്തും എന്ന് പ്രതീക്ഷിച്ചു. എന്നാ അവർക്കൊരു മദർ തെരേസ അവാർഡ് കൊടുക്കട്ടെ. അവർക്കൊരു മദർ തെരേസ അവാർഡ് കൊടുത്ത് സാമൂഹ്യ പരിഷ്കരണ അവാർഡ് ഷിംജിതയ്ക്ക് കൊടുക്കട്ടെ. കൊല്ലം വേണ്ടിട്ട് ഇങ്ങനെ വീഡിയോ കൊല്ലം വേണ്ടി വേറെ എന്തൊക്കെ നല്ല പറഞ്ഞത് കൊല്ലം വേറെ എത്രയോ നല്ല ആളുകൾ എന്തൊക്കെയാ പറയണേ? എന്ത് പറ്റി നിങ്ങൾക്ക്? എന്തൊക്കെയാ പറയണേ? ഇത് അപ്പൊ സംഭവിച്ചിട്ടില്ല ഇതാണ്. പക്ഷെ നമ്മുടെ നാട്ടിലെ പുരുഷന്മാർ പറഞ്ഞാൽ നമുക്ക് പിന്നെ മനസ്സിലായി. രാഹുൽ ഈശ്വറിനെ പോലുള്ള എരപ്പാളികൾ പറഞ്ഞാൽ മനസ്സിലായി. എരപ്പാളി നിന്റെ എന്ന് പറയാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല. വക്കീലിനോട് ഏത് നിലയെ നോക്കിയാലും വക്കീലിനെ കാട്ടി ജീവിതത്തിൽ മെച്ചമായി ജീവിക്കുന്ന ഞാനാണത്. താങ്കൾ കേസില്ല വക്കീലാന്ന് ബാക്കിയുള്ളവർ പറയും. അതേപോലല്ല, ജോലിയും കൂലിയുള്ള പണിയുള്ള അങ്ങോട്ട് കൊണ്ടുപോയി സാമ്പത്തിക കൊടുക്കാൻ കഴിയുന്ന ഒരാളാണ്. അല്ല നിങ്ങളെ പോലെ അല്ല. എനിക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ കടത്തി പറയാം, അത് ഞാൻ പറയുന്നില്ല.
അതുകൊണ്ട് അദ്ദേഹവും ഒരു കാര്യത്തിൽ കറക്റ്റാണ്, അദ്ദേഹവും ഞാനും വക്കീലാണ്, ഞങ്ങൾക്ക് രണ്ടുപേർക്കും കേസില്ല, രണ്ടുപേരും കേസില്ല വക്കീലന്മാരാണ്. പക്ഷേ എനിക്ക് വേറെ ജോലിയും കൂലിയും ഒക്കെ ഉണ്ട്, അത്യാവശ്യം നന്നായി ജീവിച്ചു പോകുന്നുണ്ട്. വക്കീൽ അങ്ങനെയല്ല, നാട്ടുകാരെ കുറ്റം പറഞ്ഞ് കമന്റ് എടുത്ത് നെഗറ്റീവ് പബ്ലിസിറ്റിയിൽ ജീവിക്കുന്നതാണ്. യഥാർത്ഥത്തിൽ ഈ വരുമാനം ഇതാണ്. അതുകൊണ്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ട്, കുഴപ്പമില്ല. എന്റെ വക്കീലെ, രാഹുൽ ഈശ്വറിനെ പണിയുള്ളൂ, വക്കീലിന് ഒരു പണിയില്ല. വക്കീൽ യഥാർത്ഥത്തിൽ ടി വിയിൽ മുഖം കാണിച്ചും യൂട്യൂബിലെ കാശും കൊണ്ടാണ് ജീവിക്കുന്നത്. ആ യൂട്യൂബിലെ കാശ് കൊണ്ട് ജീവിക്കുമ്പോൾ പുതിയ മീഡിയയ്ക്ക് കാശ് ഉണ്ടാക്കാൻ വേണ്ടി പറയുന്നതാണ്. അതായത് വക്കീലിന് പണിയില്ല എന്ന് പറഞ്ഞ് ബാക്കിയുള്ളവർക്ക് പണിയില്ലാതെ വരുന്നത്. ആ കാര്യത്തിൽ കറക്റ്റാ. ഞാനും വക്കീലും രണ്ടുപേരും കേസില്ല വക്കീലന്മാരാണ്. ഏതെങ്കിലും നല്ല കേസുകൾ വായിച്ചു കേട്ടിട്ടുണ്ടോ ഉള്ളി? ഇതേപോലുള്ള എരപ്പാളിത്തരം പറയുന്ന, ചെറ്റത്തരം പറയുന്ന, തെണ്ടിത്തരം പറയുന്ന തന്നെ പോലുള്ളവരെ വിളിക്കേണ്ട പേരുകളുണ്ട്. എന്നെ മര്യാദയും മാന്യതയും കാരണം ഞാൻ വിളിക്കുന്നില്ല എന്ന് താങ്കൾ ഓർത്തിരുന്നാൽ മതി. ജനങ്ങൾ വിളിച്ചോളൂ നിങ്ങളെ. ഈ സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്ന മകളാണ് പോലും ഇങ്ങനെ ഒരു ആശയം മുന്നോട്ട് സത്യത്തിൽ വിഷമമുള്ള. അവിടെയാണ് ഫെമിനിസ്റ്റുകൾക്ക് പോലും ഉള്ള മാന്യത നിങ്ങൾക്കില്ല. ഫെമിനിസ്റ്റുകൾക്ക് പോലും, പല ഫെമിനിസ്റ്റുകളും, തീവ്ര ഫെമിനിസ്റ്റുകളോട് സ്ഥിരം ഫൈറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അവര് കാണിക്കുന്ന മാന്യതയും മര്യാദയെങ്കിലും കാണിക്കുക. പിന്തുണ മുസ്തഫയ്ക്കാണ്. ഷിംജിതയുടെ ഭാഗത്താണ് ന്യായം എന്നെനിക്ക് തോന്നുന്നു. അതായത് ഒന്ന് ആലോചിച്ച് നോക്കണം. ഷിംജിതയുടെ ഭാഗത്താണ് ഷിംജിതയുടെ ഭാഗത്താണ് ന്യായമെന്ന്. വക്കീലേ, രാഹുൽ ഈശ്വറിന് ജോലിയും കൂലിയും അത്യാവശ്യം ജീവിതത്തിൽ സാമ്പത്തിക സമ്പത്തും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. രാഹുൽ ഈശ്വറിനെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നതാണ്. താങ്കളെ പോലെ ഒരു പണിയും ഇല്ലാതെ ചാനലുകളിൽ മുഖം മാത്രം കാണിച്ച് യൂട്യൂബിൽ നിന്ന് കാശുണ്ടാക്കി നെഗറ്റീവ് കമന്റ് ഉണ്ടാക്കി ജീവിക്കുന്നവനല്ല എന്ന് മനസ്സിലാക്കണം. താങ്കൾക്കും എനിക്കും ആ കാര്യത്തിൽ കേസില്ല വക്കീലന്മാരാണ്. നമുക്ക് രണ്ടുപേർക്കും കേസില്ല. പക്ഷെ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നില്ല. താങ്കളെ പോലെ പ്രത്യേകിച്ച് ജോലിയും കൂലിയും ഇല്ലാതെ പുതിയ യൂട്യൂബ് ചാനലുകൾക്ക് തല വെച്ച് കൊടുത്ത് അവരുടെ നിന്ന് കാശ് മേടിച്ച് ജീവിക്കേണ്ട ഗതികേട് രാഹുൽ ഈശ്വറിനില്ല. അപ്പൊ യഥാർത്ഥത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞോളൂ, കുഴപ്പമില്ല. ഞാനിത് പറയേണ്ടെന്ന് വിചാരിച്ചാണ്, കുറച്ചുകൂടെ മാന്യതയും മര്യാദയ്ക്കും പോകണമെന്ന് വിചാരിച്ചാണ്. പക്ഷേ ഇതേപോലത്തുള്ള തെണ്ടിത്തരവും എരപ്പാളിത്തരവും പറയുന്നവരെ കേരള ജനത അതിശക്തമായ രീതിയിൽ സാമൂഹിക മാധ്യമങ്ങളിൽ നേരിടണം, പ്രതിഷേധിക്കണം. ഇതുപോലത്തുള്ള ആൾക്കാർക്ക് യാതൊരു വിധ സ്പേസും കൊടുക്കരുത്. പുതിയ ചാനൽ ആയിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്, അതിന് കുറച്ച് നെഗറ്റീവ് കമന്റ് കിട്ടി പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടി പറയുന്നതാണ്. ഷിംജിത ചെയ്തതിലും വലിയ തെണ്ടിത്തരമാണ് നിങ്ങൾ ചെയ്യുന്നത് എന്ന് പറയാതിരിക്കാൻ വയ്യ. അത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ എൻ്റെ മനസ്സിനൊരു സമാനം കിട്ടില്ല. ഞാൻ ഇത്രയൊന്നും കടുപ്പിക്കണ്ട, കുറച്ചുകൂടെ ലൈറ്റായിട്ട് പറയാമെന്ന് പറഞ്ഞാണ് തുടങ്ങിയത്. ഇതേപോലുള്ള എരപ്പാളിത്തരം പറയുന്ന, തെണ്ടിത്തരം പറയുന്ന, ഊളത്തരം പറയുന്ന തന്നെ പോലുള്ള കേസില്ലാ വക്കീലന്മാരെ ജനങ്ങൾ പ്രതിഷേധിക്കും. എന്തെങ്കിലും കൂടുതൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങ് ക്ഷമിക്കണം. നിങ്ങളെ പോലെ സ്റ്റാൻഡേർഡ് ഇല്ലാത്ത ഏതെങ്കിലും രീതിയിൽ നെഗറ്റീവ് പബ്ലിസിറ്റിയിലും നെഗറ്റീവ് കമന്റിലും ജയിക്കണമെന്ന് വിചാരിക്കുന്ന, എനിക്ക് പറയാൻ പറ്റില്ല. കാര്യം ഞാനൊക്കെ ഒരുപാട് ബഹുമാനിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് പറയണമെന്ന് ഞാൻ പറയുന്നില്ല. ഇത്ര തരം താഴരുതേ, ഇത്ര ലെവലില്ലാതെ സംസാരിക്കരുത്, ഇത്ര തരം താഴരുത് എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇത് താങ്കൾക്ക് കുറച്ച് നെഗറ്റീവ് കമന്റ്സും പുതിയ ചാനലിന് കുറച്ച് റീച്ചും കിട്ടുമായിരിക്കും. പക്ഷെ ദൈവം എന്നൊരാൾ മേളിലുണ്ട് എന്ന് മറക്കരുത് എന്ന് മാത്രം താങ്കളോട് അഭ്യർത്ഥിക്കും.